മാതമംഗലം കൈതപ്രത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പെരുമ്പടവ് സ്വദേശിയായ സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പരിയാരം പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ പ്രതിയുള്ളത്. ഇന്ന് സന്തോഷിനെ വിശദമായി ചോദ്യം ചെയ്യും. മാതമംഗലം കൈതപ്പുറത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പെരുമ്പടവ് സ്വദേശിയായ സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പരിയാരം പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ പ്രതിയുള്ളത്. ഇന്നലെ മദ്യലഹരിയിലായിരുന്നതിനാൽ ഇയാൾ പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചിരുന്നത്. ഇന്ന് സന്തോഷിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കൊലപാതകം നടന്ന വീടിന്റെ തൊട്ടടുത്ത കിണറ്റിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാകുമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 7-ന് കൈതപ്പുറം വായനശാല ഗ്രൗണ്ടിന് സമീപത്തെ പുതുതായി നിർമ്മിക്കുന്ന വീടിന് സമീപത്തു നിന്നാണ് വെടിശബ്ദം കേട്ടത്. പടക്കം പൊട്ടിയ ശബ്ദമാണെന്നാണ് ആദ്യം പരിസരവാസികൾ കരുതിയത്. എന്നാൽ വെടിയേറ്റ് മരിച്ച രാധാകൃഷ്ണന്റെ മകനാണ് കരഞ്ഞുകൊണ്ട് വീടിന് പുറത്തേക്ക് വന്ന സംഭവം പരിസരത്തുള്ളവരെ അറിയിച്ചത്. നാട്ടുകാർ നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു രാധാകൃഷ്ണനെ കണ്ടത്. ഉടൻ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. വിവരമറിഞ്ഞ് പരിയാരം പോലീസ് എത്തി വീടും പരിസരവും പരിശോധിക്കുന്നതിനിടെയാണ് വീടിനുള്ളിൽ ഒളിച്ചു നിന്ന പ്രതി സന്തോഷിനെ പിടികൂടിയത്. മദ്യലഹരിയിലായിരുന്നു സന്തോഷ്. വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്തിയിട്ടില്ല. 2 മാസം മുൻപ് വ്യക്തിപരമായ പ്രശ്നത്തിൽ രാധാകൃഷ്ണൻ സന്തോഷിനെതിരെ പരിയാരം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പലപ്പോഴും സന്തോഷ് രാധാകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പറയുന്നുണ്ട്. വ്യക്തിവിരോധമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ സംശയിക്കുന്നത്. സന്തോഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. തികച്ചും ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയത് എന്നും പോലീസിന് സംശയമുണ്ട്. രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരത്തെ മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, താളിപ്പറമ്പ്.